നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. പാല ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ പുണ്യപ്രസിദ്ധമായ കർക്കടക വാവുബലിക്കെത്തിയത് 20,000-ലധികം ഭക്തർ. മീനച്ചിൽ താലൂക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിതൃതർപ്പണത്തിനെത്തുന്ന ക്ഷേത്ര സങ്കേതമാണ് ഇത്. വിപുലമായ സൗകര്യങ്ങളാണ് ഭാരവാഹികൾ പിതൃതർപ്പണത്തിനായി ഒരുക്കിയത്. ചരിത്രപ്രസിദ്ധമായ എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 5 മണി മുതലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഏകദേശം 20,000-ലധികം ആൾക്കാരാണ് ഈ ബലിതർപ്പണ ചടങ്ങിനായി എത്തിയത്. രാവിലെ ഒരു 9 മണിയോടുകൂടി തന്നെ 10,000-ലധികം ആൾക്കാർ ഇവിടെ എത്തുകയുണ്ടായി. മീനച്ചിൽ താലൂക്കിൽ ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം. വിപുലമായ സൗകര്യങ്ങളാണ്. ഒരേ സമയം 1000-ഓളം പേർക്ക് ബലി അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളായിരുന്നു ഇവിടുത്തെ ഭാരവാഹികൾ ഒരുക്കിയിരുന്നത്. 20,000-ലധികം ആൾക്കാർ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ 20,000-ലധികം ആൾക്കാർ, അതിൽ കൂടുതൽ ആൾക്കാർ ഓരോ നിമിഷവും എത്തിച്ചേരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചത്. എന്നോടൊപ്പം ഇപ്പോൾ നമ്മോടൊപ്പം ഇതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച ദേവസ്വം ഭാരവാഹിയായ OM സുരേഷ് ഇട്ടികുന്നൽ ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഏകദേശം 5 മണിക്ക് തന്നെ കറക്റ്റ് 5 മണിക്ക് ആരംഭിച്ചതാണ്. 8 ട്രിപ്പ് കഴിഞ്ഞു. അടുത്ത ട്രിപ്പ് ഇപ്പോൾ കയറി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നല്ല ജനത്തിരക്കാണ്. മഴയാണേലും നല്ല ജനത്തിരക്കാണ്. പിന്നെ ക്ഷേത്രം മേൽശാന്തി സനീഷ് ശാന്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു ബലിക്ക് എടപ്പാടിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അത് തന്നെയല്ല, കർണവന്മാര് ഏറ്റവും കൂടുതൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന, അതായത് ഈഴവരിൽ താഴെയുള്ള അവശരായുള്ള എല്ലാ ആൾക്കാരും, അധകൃതരായ എല്ലാ ആൾക്കാർക്കും ഈ ക്ഷേത്രത്തിൽ വന്ന് അകത്ത് കയറി ഭഗവാനെ കണ്ട് പൂജിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എല്ലാവിധ വഴിപാടുകളും നടന്നു. യാതൊരു തൊടിയിലും തീണ്ടലുമില്ല. അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ. 1927 ജൂൺ മാസം 6-ാം തീയതി വെളുപ്പിന് 3:15 മണിക്ക് ശ്രീനാരായണ ഗുരുദേവൻ വേൽപ്രതിഷ്ഠ നടത്തിയൊരു ക്ഷേത്രമാണിത്. ഹിന്ദുക്കൾക്കും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും നാനാജാതി മതസ്ഥർക്ക് ഇവിടെ ശുദ്ധിയോടുകൂടി കുളിച്ച് നല്ല സുഖവസ്ത്രധാരികളായി അകത്താർക്കും കയറാം. അതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞ പോലെ 20,000-ലധികം ആൾക്കാരാണ്. ഏറെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം കൂടിയാണ് ഈ എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം. ഇവിടുത്തെ ക്ഷേത്ര മേൽശാന്തി വൈക്കം സനീഷ്, അദ്ദേഹത്തിൻ്റെ ഒരു പേരും പെരുമയുമുണ്ട്. അദ്ദേഹത്തിനോടുള്ള ഒരു ഭക്തിയും ബഹുമാനവും എല്ലാം ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിന് വികസനത്തിന് വേണ്ടി വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. നമുക്ക് ക്ഷേത്രം തന്ത്രിയുടെ വാക്കുകളിലേക്ക് കൂടി പോകാം. ശ്രീനാരായണ ഗുരുദേവ തൃക്കൈകളാൽ വേൽപ്രതിഷ്ഠ നടത്തിയ ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം പിതൃകർമ്മങ്ങൾക്ക് വളരെ പുണ്യപ്രസിദ്ധമാണ്. കർക്കിടകത്തിലെ അമാവാസി നാളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പിതൃകർമ്മത്തിനായിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഇവിടെ എത്തിച്ചേരുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് പിതൃമോക്ഷത്തിനായിട്ട് തിലഹോമം, പിതൃസായുജ്യ പൂജ, വിഷ്ണു പൂജ, അതുപോലെ തന്നെ നമസ്കാരവൂട്ട് മുതലായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള വിപുലമായിട്ടുള്ള സൗകര്യങ്ങളും അതിനായിട്ട് അനേകം വൈദിക ശ്രേഷ്ഠരുടെ സേവനവും ക്ഷേത്രത്തിനുള്ളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്ക് 1000 പേർക്ക് ഒരുമിച്ച് ഇരുന്ന് ബലിതർപ്പണം ചെയ്യാനായിട്ട് സജ്ജമാക്കിയിരിക്കുന്ന പന്തൽ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തോട് അനുബന്ധിച്ച് വരുന്നതായ വിഷ്ണു ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ശിലാന്യാസം അടുത്ത മാസം, അതായത് ചിങ്ങമാസത്തിൽ തോടുകൂടി തന്നെ അതിൻ്റെ ശിലാന്യാസം നടക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി പിതൃതർപ്പണത്തിനു മാത്രമല്ല, പിതൃക്കളെ സമർപ്പിക്കുന്നതിനുമായിട്ടുള്ള ഒരു സൗകര്യം കൂടി ഇതോടനുബന്ധിച്ച് എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്താൻ പോവുകയാണ്. അത് 1 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന വളരെ വലിയ ഒരു പൂർണ്ണമായിട്ടും ശിലയിൽ തന്നെ നിർമ്മിക്കുന്നതായ ഒരു ക്ഷേത്രമാണ് അതോടനുബന്ധിച്ച് വരാൻ പോകുന്നത്. അതോടനുബന്ധിച്ച് തന്നെ പിതൃക്കളുടേതായിട്ടുള്ള ഒരു സങ്കേതം കൂടി ഉണ്ടാകും. അപ്പോൾ ഇനി മുതൽ പിതൃതർപ്പണത്തിനും കൂടാതെ പിതൃക്കളെ സമർപ്പിക്കുന്നതിനും ഈ നമ്മുടെ ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം വളരെ ചരിത്ര പ്രസിദ്ധമാകാൻ പോവുകയാണ്. എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ വിവിധ ദേശങ്ങളിലായി നിരവധി ആളുകളാണ് ബലിതർപ്പണത്തിനായി എത്തിയിരിക്കുന്നത്. ഏറ്റവും വിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. അതുപോലെ തന്നെ പാലായും പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പാലാ കടപ്പാട്ടൂർ ക്ഷേത്രത്തിലും നിരവധി ആളുകളാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. രാവിലെ 5 മണി മുതൽ തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിലെ 5 മണി മുതൽ തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങുകൾ നിരവധി വളരെയധികം സമയം എടുത്താണ് പൂർത്തീകരിക്കാൻ സാധിച്ചത്. വിവിധ ദേശങ്ങളിലായി പാലാ കടപ്പാട്ടൂർ അമ്പലത്തിലും ഒപ്പം തന്നെ എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലും മറ്റു ക്ഷേത്രങ്ങളിലും പ്രദേശത്തെ മറ്റു
ക്ഷേത്രങ്ങളിലും എല്ലാം ബലിതർപ്പണ ചടങ്ങുകൾക്ക് നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലും കടപ്പാട്ടൂർ ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലും വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഭാരവാഹികൾ ഇവിടെ ഒരുക്കിയിരുന്നത്. ഏറ്റവും വിപുലമായ സൗകര്യങ്ങൾ, ഭക്തജനങ്ങൾക്ക് ഏറ്റവും വിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടുന്ന് ഒരുക്കിയിരുന്നത്. നെൽസൺ മാന്തുരുത്തിക്കൊപ്പം തരുൺ സെബാസ്റ്റ്യൻ, ദൃശ്യ ന്യൂസ്. കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി ഓടിച്ച കാർ തോട്ടിൽ വീണു. കാറിലുണ്ടായിരുന്ന ദമ്പതികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോട്ടയം ചെത്തിപ്പുഴ സ്വദേശി ജോസി ജോസഫ്, ഭാര്യ ഷീബ എന്നിവർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കുറുപ്പന്തറ കടവുതോട്ടിലാണ് അപകടം. നാട്ടുകാരും സമീപത്തെ തടിമില്ലിലെ തൊഴിലാളികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മാൻവട്ടത്തുള്ള ജോസിയുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു ഇരുവരും. റോഡിൽ വെള്ളം നിറഞ്ഞിരുന്നതിനാൽ റോഡ് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ലെന്ന് ജോസി പറഞ്ഞു. हेल्प कर दूंगा। पानी करते क्या हमें तो हमें नाक करता चीज है ढूंढना ना हम कोई सी काम ये अल्लाह वो तो नहीं करी. മോക്ഷമന്ത്രങ്ങൾ ഉരുവിട്ട് എള്ളും പൂവും അരിയും പിതൃക്കൾക്കായി സമർപ്പിച്ച് കൂത്താട്ടുകുളം മേഖലയിലെ തീർത്ഥസന്നിധിയിലെ തീർത്ഥഘട്ടങ്ങളിൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. കർക്കടക മാസത്തിലെ അമാവാസ്യയ്ക്ക് പൂർവികരുടെ ഓർമ്മകളിൽ ബലിതർപ്പണം നടത്താൻ രാവിലെ മുതൽ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കായിരുന്നു. ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് പ്രധാന ക്ഷേത്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. ശക്തമായ മഴയിലും ബലിതർപ്പണത്തിന് ആളുകൾ എത്തി. കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീവത്സം വാസുദേവൻ ഇളയത് ബലിതർപ്പണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂത്താട്ടുകുളം ഗുരുദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തി എം ശശിധരൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം ശാന്തി കൂടപ്പലം രവിശാന്തിയുടെ നേതൃത്വത്തിലും ചടങ്ങുകൾ നടന്നു. തൃക്കണ്ണാപുരം മഹാദേവ ക്ഷേത്രം, ഒലിയപ്പുറം ഭഗവതി ക്ഷേത്രം, ഇലഞ്ഞി പഴന്തുരുത്ത് മഹാദേവ ക്ഷേത്രം, കിഴക്കൊമ്പ് ശ്രീ കാർത്തികേയ ഭജന സമാജം ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ആത്മാവിനെ പിതൃലോകത്ത് നിന്ന് വരുത്തുമ്പോൾ 7 തലമുറ മുതലുള്ള പിതൃക്കൾ ഒരുമിച്ചേ പോയി. ഒരാൾ തന്നെ പോയി. ഒരാളെന്നല്ല, നമ്മൾ ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അച്ഛനോ അമ്മയോ ആരെയായാലും അവർ തന്നെ പോയി. എല്ലാവരും കൂടെ ഈ 7 തലമുറ മുതലുള്ള പിതൃക്കൾ ഒരുമിച്ചേ പോയി. അപ്പം അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അപ്പോൾ അവർക്ക് ബലി തൂവുക എന്നാ പറയുന്നത്. ബലി ഇങ്ങനെ തൂവിയിടുക ഇലയിലേക്ക് വെള്ളം കൂടെ കൂട്ടി. ഈരാറ്റുപേട്ടയിൽ കഞ്ചാവ് വേട്ട. മാർക്കറ്റ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. ബംഗാൾ സ്വദേശി ഗുരുപത് അറസ്റ്റിലായി. 1.5 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പൊതികളാണ് പിടിച്ചെടുത്തത്. ഈരാറ്റുപേട്ട SHO ബിനുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. പ്രദേശത്തെ കഞ്ചാവ് വിൽപ്പനയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രധാന കണ്ണികളാണ്. കഞ്ചാവ് എത്തിച്ച വഴികൾ തേടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്.
മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ നിര്യാണത്തിൽ അനുശോചനമറിയിച്ച് മൗനജാഥയും അനുസ്മരണ യോഗവും നടന്നു. ഇടുക്കി കഞ്ഞിക്കുഴി ടൗണിൽ നടന്ന പരിപാടികൾക്ക് സർവകക്ഷി നേതാക്കളും മതസംഘടനാ ഭാരവാഹികളും നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് മൗനജാഥയും അനുസ്മരണ യോഗവും ചേർന്നത്. കഞ്ഞിക്കുഴി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മൗനജാഥ ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ VS വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. CPIM കഞ്ഞിക്കുഴി ലോക്കൽ സെക്രട്ടറി എബിൻ ജോസഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഗസ്തി അഴകത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. നിര്യാതനായ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ശക്തരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരുവനായിരുന്നു ശ്രീ അച്യുതാനന്ദൻ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് ഒത്തിരിയേറെ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഇടവരുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ യാതൊരുവിധ മടിയുമില്ലാതെ എതിർക്കുവാനും അവർക്ക് നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്ത കാര്യത്തിൽ അദ്ദേഹം വളരെ വ്യത്യസ്തനായിരുന്നു. ഒപ്പം അദ്ദേഹം പ്രത്യേകത സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെയാണെങ്കിലും അദ്ദേഹത്തിന് വിയോജിപ്പുള്ള കാര്യങ്ങൾ തുറന്നു പറയുവാനും അതിന് ഒരു മുഖംനോട്ടവുമില്ലാതെ തൻ്റെ അഭിപ്രായങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തി നിലപാട് മറ്റു പലരിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്നുള്ളത് ഒരു കാര്യമാണ്. സർവകക്ഷി നേതാക്കളായ ബേബി ഐക്ക, വർഗീസ് സക്കറിയ, വിൽസൺ കല്ലുടിക്കിൽ, ശശി കന്യായലിൽ, ശിവദാസ് പാലക്കാക്കുഴി, G. നാരായണൻ നായർ, സിജു ജോസഫ്, ഗിരീഷ് ആറുകണ്ടത്തിൽ, സജീവ് ഇടിക്കൽ എന്നിവർ അനുശോചനമറിയിച്ച് സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ അനുശോചന പരിപാടിയിൽ പങ്കെടുത്തു. ദൃശ്യന്യൂസ് ഇടുക്കി. രാമപുരം പള്ളിയാമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടി കർക്കടക വാവുബലി തർപ്പണം നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പിതൃതർപ്പണത്തിനായി രാവിലെ മുതൽ തന്നെ എത്തിച്ചേർന്നത്. രാവിലെ 5 മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് പെരുമന ഇല്ലത്ത് പത്മനാഭൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സേവാഭാരതിയുടെ പ്രവർത്തകരും ക്ഷേത്ര ഭാരവാഹികളും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. പിതൃതർപ്പണത്തിന് ശേഷം ബലിശേഷ പ്രസാദമായി നൽകുകയും തുടർന്ന് അന്നദാനം നൽകുകയും ചെയ്തു. വർഷത്തിലെ എല്ലാ ദിവസവും പിതൃതർപ്പണം നടത്തുവാനുള്ള സൗകര്യമുള്ള ക്ഷേത്രമാണ് പള്ളിയാമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രഭാരവാഹികളായ KB അനിൽകുമാർ, രാധാകൃഷ്ണൻ, ശശി ഇടയാലിൽ, കുട്ടൻ മണ്ഡപത്തിൽ എന്നിവർ നേതൃത്വം നൽകി. രാമപുരം പള്ളിയാമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തുന്ന തന്നെ ഈ വർഷവും അത്യധികം ഭംഗിയായി തന്നെ ബലി കർമാദികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഏതാണ്ട് 1200-ലധികം പേർ ഇവിടെ ബലിതർപ്പണം നടത്തിക്കഴിഞ്ഞു. എല്ലാ ഭക്തജനങ്ങളുടെയും തൃപ്തിക്കനുസരിച്ച്, അതായത് യാതൊരു ധൃതിയോ അല്ലെങ്കിൽ കർമ്മങ്ങളിലെ എന്തെങ്കിലും തരത്തിലുള്ള ലോപമോ വരാത്ത വിധത്തിൽ എല്ലാ തരത്തിലും വീണ്ടും പറഞ്ഞു കൊടുത്ത് അവരെ കൃത്യമായിട്ട് ഈ ബലികർമാദികൾ എങ്ങനെയെന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലാക്കത്ത വിധത്തിൽ അവരിൽ പിതൃഭക്തി ജനിപ്പിക്കത്തക്ക വിധത്തിൽ തന്നെ ഈ കർമ്മം ഇവിടെ നടത്തപ്പെട്ടു വരികയാണ്. ഇതിന് ശേഷം നമ്മൾ ബലിശിഷ്ടം കഴിക്കാനുള്ള ഒരവസരവും അതിനുശേഷം അന്നദാനവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഈ കർമ്മങ്ങളിലേക്ക് ഇവിടെ പൂർവാധികം ഭംഗിയായിട്ട് നടത്തുവാനും പൂർവാധികം ഭക്തജന പങ്കാളിത്തവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കൃത്യമായി ഉണക്കൽ തന്നെ പറ്റിച്ച് കവ്യമാക്കി ബലികർമ്മം ചെയ്യിക്കുന്ന ഒരു സ്ഥാനം കൂടിയാണിത്. കൂടാതെ പ്രതിദിനം ഇവിടെ ബലി തർപ്പണാദി കർമ്മങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതും യഥാവിധി തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. കൂട്ടിക്കൽ താളുങ്കൽ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ കർക്കടക വാവുബലി തർപ്പണം നടന്നു. പുലർച്ചെ 4:30 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ഭക്തിയോടും ഏകാഗ്രതയോടും പ്രാർത്ഥനയോടും കൂടി ബലിതർപ്പണ ചടങ്ങുകൾക്ക് നിരവധി പേരാണ് എത്തിച്ചേർന്നത്.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.